കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് വ്യക്തമാക്കി. ഇപ്പോൾ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കോഴിക്കോട് ജില്ലയിലെത്തി രാവിലെ മുതൽ നിരവധി ആളുകളെ നേരിട്ട് കാണാനുള്ള അവസരം ബഹുമാനായ DCC പ്രസിഡന്റിനോടൊപ്പം അതുപോലെ UDFന്റെ ചെയർമാൻ ശ്രീ ബാലനാരായണനോടൊപ്പം ഞങ്ങൾ പലയിടങ്ങളിലും പോകാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, UDFന്റെ പ്രധാനപ്പെട്ട ആളുകളെ നേരിൽ കാണുവാനുമുള്ള ഒരവസരം ഒരുക്കിയാണ്. നാളെ ഞാൻ മലപ്പുറത്തേക്കാണ് പോകുന്നത്. മലപ്പുറത്ത് തങ്ങൾ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ കാണാൻ വേണ്ടിയാണ് അവിടേക്ക് പോകുന്നത്. അതിലെല്ലാം ഉപരിയായി നാളെ നടക്കുന്ന, അതായത് പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാമത് വാർഷിക ആഘോഷം, ആ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ 20-ാം തീയതി എന്നുള്ള നിലയിൽ കേരളത്തിലുടനീളം കരിദിനമായി ആചരിക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ കരിദിനമായി ആചരിക്കുവാനുള്ള തീരുമാനം കൈക്കൊണ്ടത് തന്നെ കേരളത്തിലെ ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായി എന്ന് മാത്രമല്ല, പാവപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും ജീവിക്കുവാനുള്ള ചുറ്റുപാടുകൾ പോലും തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആ കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അത് ബോധ്യപ്പെടുത്തുവാനും അതിനെതിരെയുള്ള ശബ്ദം വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കരിദിനമായി നടത്തുവാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, കേരളത്തിലെ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത്. അവർ ദുഃഖം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സ്വൈര്യമായി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. കാരണം അവരുടെ മക്കളിൽ നിന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവർ മക്കളിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് കുട്ടികൾ ഇന്ന് എന്ത് മോശപ്പെട്ട പ്രവർത്തനം നടത്തുവാൻ അമ്മമാരെ പോലും സത്യത്തിൽ കൊല ചെയ്യുന്ന നിരവധി, ഇപ്പോൾ മാധ്യമങ്ങളിലെടുത്ത് വായിച്ചാൽ ഓരോ ദിവസവും കൊലപാതക ശൃംഖലകളാണ് കാണാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെ ഞാൻ പറയാം. അത് വെഞ്ഞാറമ്മൂട്ടിലെ അഫാൻ എന്ന് പറയുന്ന കുട്ടി, ഏതാണ്ട് 20-22 വയസ്സ് മാത്രമാണുള്ളത്. ആ കുട്ടി അമ്മയെ 5ഓളം ആളുകളെ നിഷ്ഠൂരമായി കൊല ചെയ്യാനുള്ള അവസരമുണ്ടായി. ആ അവസരം ഉണ്ടായി എന്ന് പറയുമ്പോഴും ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ ഈ കൊല നടത്തിയിട്ടുണ്ട് എന്ന് സ്വയം പറയുന്ന ഒരവസ്ഥ. പക്ഷേ അതുപോലെയുള്ള മാനസിക അവസ്ഥയിലേക്ക് ചെറുപ്പക്കാരെ വലിച്ചിഴയ്ക്കുന്നു. ആ മാനസിക അവസ്ഥയിലേക്ക് ചെറുപ്പക്കാരെ വലിച്ചിഴയ്ക്കുമ്പോൾ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ആ ഒട്ടനവധി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുരൂഹതയിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മയക്കുമരുന്നിന് അടിമപ്പെടുന്നു എന്ന് പറയുന്ന ആളുകൾക്കെതിരെ കേസ് വരുന്നുണ്ട്. അതേസമയം ഈ മയക്കുമരുന്ന് കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുന്ന ആളുകളെ അവരെ സ്വതന്ത്രമായി പോകാനുള്ള അവസരം ഈ സർക്കാർ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ മനസമാധാനം തകർക്കുന്ന തരത്തിലേക്ക് ഒരു ഗവൺമെന്റ് തന്നെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വാർഷിക ആഘോഷം നടത്താനുള്ള യാതൊരു തരത്തിലുമുള്ള അവകാശമില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അവർ അത്തരത്തിൽ അവകാശമില്ല എന്ന് പറയുമ്പോഴും ഇന്ന് വളരെയധികം പണം ചെലവഴിച്ചുകൊണ്ട് അതിനുള്ള പ്രചരണം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അക്കാര്യത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ സാമ്പത്തിക നില ഭദ്രതയെക്കുറിച്ച് നോക്കിയാൽ, സാമ്പത്തിക നില നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സാമ്പത്തിക നില ഏറ്റവും തകർത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതിനേക്കാൾ ഇന്ന് കേരളം പൊക്കൊണ്ടേ ഇരിക്കുകയാണ്.
അങ്ങനെ കേരളം പോകുന്നു എന്ന് പറയുമ്പോഴാണ് ഏതാണ്ട് 15 കോടി രൂപയിലധികം അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കേരളത്തിൽ ഉടനീളം കാണുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള മേഖലകളിൽ അദ്ദേഹത്തിന് പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ വേണ്ടി, ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ഹോർഡിങ്സുകൾ വെക്കുകയാണ്. അത് ഒരു കാര്യം. അപ്പോൾ അതേ സമയത്ത് തന്നെ കേരളത്തിലെ ജനങ്ങളോട് ഒരു തരത്തിലുമുള്ള നീതി പുലർത്തുന്നില്ല എന്ന് പറയുമ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്ന, ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ ഏതാണ്ട് വളരെ നിഷ്ഠൂരമായി അവരോട് പെരുമാറുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിഷ്ഠൂരമായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ആശാ വർക്കർമാരും അതേപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള പ്രവർത്തകരുടെ അവരെ പോലെയുള്ള ആളുകൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് സമയബന്ധിതമായി കൊടുക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആശാ വർക്കർമാരുടെ സമരം ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 85 ദിവസക്കാലം കഴിഞ്ഞിരിക്കുന്നു. എത്രയും ദിവസക്കാലം കഴിഞ്ഞിരിക്കുന്നു. അവര് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ആരംഭിച്ച് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ആളുകളെ നേരിൽ കണ്ട് അവരുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി പോകുന്ന അവസരത്തിൽ ഈ ആശാ വർക്കർമാർ അവരുടെ ഇല്ലായ്മകൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് കാസർഗോഡ് നിന്നും അവരും ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തണം എങ്കിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന തൊഴിലാളി വർഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റൊരു വിഷയം, കേരളത്തിൽ ഇന്ന് 9 വർഷക്കാലം അവർ ഭരണത്തിൽ വന്ന് 9 വർഷക്കാലം പൂർത്തീകരിക്കും. ഈ 9 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു വൻകിട പദ്ധതിക്ക് രൂപം കൊടുക്കുവാൻ പിണറായി ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യചിഹ്നമാണ് ഞങ്ങൾക്ക് വെക്കാനുള്ളത്. ആ ചോദ്യചിഹ്നം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിഴിഞ്ഞം നടപ്പാക്കി, അതുപോലെ തന്നെ മെട്രോ ട്രെയിൻ ഞങ്ങൾ നടപ്പാക്കി, ഇതൊക്കെ പറയുമ്പോഴും ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇരിക്കുന്ന കാലഘട്ടത്തിൽ നിറവേറ്റിയ പ്രവർത്തനങ്ങളുടെ മേനി ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കുവാൻ വേണ്ടി പോകുന്ന ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ കൂടി ഒരു അന്വേഷണത്തിലൂടെ തന്നെ ഇത് പുറത്തു കൊണ്ടുവരണം. എന്ന് വെച്ചാൽ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, കേരള നിയമസഭയിൽ ബഹുമാന്യായ ശ്രീ ഉമ്മൻചാണ്ടി അന്ന് വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തെ അന്ന് ആക്ഷേപിച്ചു എന്ന് പറയുന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാന്യനായ ശ്രീ VS അച്യുതാനന്ദനാണ്. അദ്ദേഹം ആക്ഷേപിച്ചത് ഏതാണ്ട് 6500 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് എന്ന് ആക്ഷേപം ഉന്നയിച്ചാണ്. പക്ഷെ ആ ആക്ഷേപം ഉന്നയിക്കുന്ന അവസരത്തിൽ ഉമ്മൻചാണ്ടി ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എത്രമാത്രം ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്നിച്ച് മുമ്പോട്ട് പോകും എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഈ ആക്ഷേപം കേട്ടുകൊണ്ട് ഈ പദ്ധതി വേണ്ട എന്ന് വെക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കുണ്ടാകില്ല എന്ന് നിയമസഭയിൽ അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ പോലും അതിന്റെ വേരി ഏറ്റെടുക്കുവാൻ വേണ്ടി ഇന്ന് മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബവുമുണ്ട്. ആ കുടുംബവും വിഴിഞ്ഞത്ത് സന്ദർശനം നടത്തി പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ അവിടെ അദ്ദേഹത്തിന്റെ കുടുംബം ഒറ്റക്കെട്ടായി പോയി അവിടെ സന്ദർശനം നടത്തുകയൊക്കെ ചെയ്തു. അത് സന്ദർശനം നടത്തിയതിൽ ഞാൻ ആരോപണം ഉന്നയിക്കുകയില്ല. എങ്കിലും തന്റെ ഗവൺമെന്റ് 9 വർഷക്കാലം ഇവിടെ ഭരണം നടത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നാളുകളിലെ ചെറുപ്പക്കാർക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുകൂടി
പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റാണ്. ഇന്ന് വില നിയന്ത്രണം എന്ന് വെച്ചാൽ കേരളത്തിലുടനീളം നമുക്ക് ഭക്ഷ്യ ഉൽപാദന രംഗത്ത് നമ്മൾ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുകയാണ്. ആ ഭക്ഷ്യോൽപാദന രംഗത്ത് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും കേരളത്തിലെ റേഷൻ കടക്കാർ അവരും ബുദ്ധിമുട്ടിലായിരിക്കുന്നു. കാരണം പല റേഷൻ കടകളിലും കിട്ടേണ്ട റേഷൻ വിഹിതം തന്നെ സമയത്ത് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ആ സമയത്ത് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഓരോ ഗോഡൌണിൽ നിന്നും കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് അതിനെ കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുള്ള ആളുകൾക്ക് പണം ലഭ്യമാകുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർ തന്നെ ഇതെല്ലാം ഇനിയും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരവസ്ഥ. അതുപോലെ കേരളത്തിലെ നമ്മുടെ മാവേലി സ്റ്റോർ ആണെങ്കിലും ലാഭം സ്റ്റോർ ആണെങ്കിലും ഈ വില നിലവാരം പിടിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് മാവേലി സ്റ്റോറുകൾ പണ്ട് ആരംഭം കുറിച്ചത്. ആ മാവേലി സ്റ്റോറുകൾ ആരംഭം കുറിച്ചു എന്ന് പറയുമ്പോൾ അത് തുടക്കം കുറിച്ചത് CPIയുടെ നേതാവായിരുന്നു ബഹുമാന്യനായിരുന്ന ശ്രീ ഇ ചന്ദ്രശേഖരൻ നായരാണ്. ഞാൻ ഇടക്കാലഘട്ടത്തിൽ 2004 മുതൽ 6 വരെയുള്ള കാലഘട്ടത്തിൽ ഭക്ഷ്യവകുപ്പിൻ്റെ ചുമതല വഹിച്ച ഒരു മന്ത്രിയായിരുന്നു. ഞാൻ ആദ്യം പോയി കണ്ടത് ഇ ചന്ദ്രശേഖരൻ നായരെയാണ്. അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി ആശീർവാദവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം പോയി അദ്ദേഹത്തെ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇന്ന് നിശ്ചലമാക്കുവാൻ ഇന്നത്തെ മന്ത്രി, ഇന്ന് ഭക്ഷ്യവകുപ്പിന് ചുമതല വഹിക്കുന്ന മന്ത്രി തയ്യാറാകുന്നു. ഞാൻ ആ മന്ത്രി അധികം കുറ്റപ്പെടുത്തുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം മന്ത്രിമാർക്ക് ആർക്കും അവരവരുടെ വകുപ്പുകളെ സംബന്ധിച്ച് എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് അവർക്കാർക്കും യാതൊരു ബോധ്യവും ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കി ഭരണം നടത്തുകയാണ്. അത് കൂടാതെ നെല്ല് ഏറ്റെടുക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ ആദ്യമായി നടപടികൾ സ്വീകരിച്ചത് ബഹുമാന്യനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അന്ന് ഒരു തീരുമാനമെടുത്തു, കർഷകരെ നമുക്ക് സഹായിക്കണം. ആ കർഷകരെ സഹായിക്കണമെങ്കിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് ആ നെല്ലിന് ഉള്ള ന്യായമായ വില ലഭിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതിനന്ന് എന്നെയാണ് അന്ന് ചുമതലപ്പെടുത്തിയിരുന്നത്. ഞാൻ തന്നെ അന്ന് കുട്ടനാട്, പാലക്കാട്, കോട്ടയം തുടങ്ങിയ മേഖലകളിൽ ചുറ്റി സഞ്ചരിച്ച് കർഷകരുമായി ആശയവിനിമയം നടത്തി. ആ കർഷകരുടെ ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് പല നടപടികളും സ്വീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ്റിൽ അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗും അതുപോലെ തന്നെ ശ്രീ ശരത് പവാറുമായിരുന്നു അന്നത്തെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലും പ്രധാനമന്ത്രി എന്നുള്ള നിലയിലും ഡോക്ടർ മൻമോഹൻ സിംഗിനെയും മറ്റും കാണാൻ മുഖ്യമന്ത്രി ഞാനാണ് പോയി എന്ന് മാത്രമല്ല, നെല്ല് ഏറ്റെടുക്കുമ്പോൾ ആ നെല്ലിൻ്റെ വില കിട്ടുന്നതിനും, അത് മാത്രമല്ല ഇവിടെ കുത്തരിയാക്കി ആ കുത്തരി വിതരണം ചെയ്യുമ്പോൾ അതിനുള്ള പണം ലഭ്യമാകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് ആ കാലഘട്ടത്തിലാണ്. അതിപ്പോൾ തുടർന്നു പോകുന്നുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ കോടിക്കണക്കിന് രൂപ പല കർഷകർക്കും കൊടുക്കാൻ കഴിയുന്നില്ല. അവരൊക്കെ ആത്മഹത്യയുടെ വക്കിലേക്ക് പോയിരിക്കുന്നു. ആ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകാനുള്ള കാരണം ഈ സർക്കാരാണ്. ഈ 9 വർഷക്കാലം ഭരണം നടത്തുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശ്രീ ഇ ചന്ദ്രശേഖരൻ നായർ സതുദ്ദേശത്തോടു കൂടി തുടങ്ങിയ കാര്യങ്ങൾ അത് പൂട്ടിക്കെട്ടുവാൻ വേണ്ടിയുള്ള നടപടികൾ ഇന്ന് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർ കൂടി അംഗങ്ങളായിട്ടുള്ള ഈ മന്ത്രിസഭയാണ്. അവർക്ക് ധൈര്യവും തൻ്റെടവും ഇല്ലാത്ത ഒരവസ്ഥയും അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസ്ഥയും ഇന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ഞങ്ങളുടെ പ്രധാനപ്പെട്ട നാളത്തെ അജണ്ട എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുവാനുമുള്ള നടപടികളുമായി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നാളത്തെ ഞങ്ങളുടെ അജണ്ട. നാളെ
ഞങ്ങൾ കരിദിനമായി ആചരിക്കുകയാണ്. UDFന്റെ നേതൃത്വത്തിൽ കരിദിനമായി ആചരിക്കുകയാണ്. പിണറായി സർക്കാർ ജനങ്ങളോട് നീതി പുലർത്തുന്നില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. പ്രതിഷേധം പിണറായി ഭരണത്തിന് എതിരെ. ഭരണത്തിന്റെ കീഴിൽ ലഹരി വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നാളെ UDF കരിദിനമായി ആചരിക്കും. തിരിച്ചെത്താം ചെറിയൊരിടവേളയ്ക്ക് ശേഷം.